തിമോത്തിയോസ് 2:13 നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഇതാണ് ബിബ്ലിക്കൽ സ്കീം എന്ന് പറയുന്നത്. നമ്മളതിൻ്റെ പ്രോമിസിനെ സ്കീമായിട്ടാണ് ഇത് ഉടമ്പടി കാണുന്നത്. അങ്ങനെ ഒരു സ്കീമുണ്ടെങ്കിൽ നമ്മൾ അവിശ്വസ്തരായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കും. പക്ഷേ എപ്പോഴും എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആ അവിശ്വസ്തത തുടരാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളോർക്ക് ഞാൻ ഉടമ്പടി ഇവിടെ ഉഴപ്പുന്നുണ്ടല്ലോ, ഞാൻ പത്രം കൊടുക്കുന്നില്ലല്ലോ, എന്നിട്ട് എനിക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ, എൻ്റെ കാര്യങ്ങൾ ഉടമ്പടി പ്രകാരം നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചാലും, അതൊക്കെ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിലും ഉടമ്പടിയുടെ ഒരു പ്രശ്നം, ഉടമ്പടി അതിനെ തന്നെ സേവ് ചെയ്യും. നമ്മൾ ഉടമ്പടിയിലാണെങ്കിൽ ഉടമ്പടിക്ക് അതിൽ തന്നെ അതിൻ്റെ ആ ഉടമ്പടിയുടെ റിക്വയർമെൻറ്റ്സ് ഉടമ്പടി തന്നെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടിരിക്കണ കാണാം. കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ സെക്കൻഡ് സെക്ഷനിലോ തേർഡ് സെക്ഷനിലോ വരുമ്പോൾ, ഇനിയിപ്പോൾ ഉടമ്പടി എടുത്തു, നിങ്ങൾ ഉടമ്പടി ഉഴപ്പി, പിന്നെ നിങ്ങൾ കൃപാസനത്തിൽ വന്നില്ല, പിന്നെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ സേഫായിട്ടിരുന്നാലും നിങ്ങൾ സേഫല്ല. കാര്യം എന്താണ്? നിങ്ങൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നതാണ്. ചെയ്തിരിക്കണ കൊണ്ട് തന്നെ നമ്മൾ ഉടമ്പടിയിൽ അവിശ്വസ്ത കാണിച്ചാലും ദൈവം വിശ്വസ്തനായത് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഡ്യൂട്ടി ഹെവി ആവും. ഉടമ്പടി വെച്ച കാലത്തുള്ളതിനേക്കാൾ ലൈഫ് മുമ്പത്തേക്കാളും ഗുരുതരമാകും. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മളിപ്പോൾ ഉടമ്പടി എടുത്തു, ഉടമ്പടി ഉഴപ്പി, പത്രം കൊടുത്തില്ല, കുമ്പസാരിച്ചില്ല, കുർബാന കൂടിയില്ല എന്നൊക്കെ പറഞ്ഞ് തൽക്കാലത്തേക്ക് നമുക്ക് പറയാം ഉടമ്പടി എന്നാൽ എൻ്റെക്ക് കാര്യങ്ങളെല്ലാം ദൈവം ചെയ്ത് തരുന്നുണ്ട്, ഉഴപ്പിയാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊരു ഫസ്റ്റ് ഫേസ് അങ്ങനെയാണ്. പക്ഷേ ഒരു 3 മാസമോ 6 മാസമോ കഴിയുമ്പോൾ ഈ ആൾക്കാർക്ക് സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ഉടമ്പടി അവരെടുക്കാൻ വന്നതിനേക്കാളും ഗ്രാവിറ്റിയുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ അവിടെ ലൈഫിൽ പിന്നെ വരാൻ തുടങ്ങും. പണ്ട് അവർക്കുണ്ടായിരുന്ന ഭാരങ്ങളെ കൊണ്ട് കഴുത്ത് ഉളുക്കത്തില്ലായിരുന്നു, പിന്നീട് കഴുത്ത് ഉളുക്കുന്ന ഭാരങ്ങൾ വരും. അപ്പോൾ പിന്നെ എന്നാ ചെയ്യുക? അവർ ഭൂരിഭാഗം മനുഷ്യരും തിരിച്ചു വന്ന് ഉടമ്പടി പുതുക്കിയിട്ട്, ഇപ്പോൾ സോഫി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ സാക്ഷിയാണ്. അപ്പോൾ അവൾ ഈ ആഴ്ച ഉള്ളതാണ്. അവളെന്നാ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഉടമ്പടി ഉഴപ്പിയിട്ടും കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നീട് കാര്യങ്ങളെല്ലാം ഉതക്കാൻ തുടങ്ങി, കയ്യിൽ നിന്ന് വിട്ടുപോണ പോലെയായി. അപ്പോൾ അവരെന്നാ ചെയ്ത്, അവൾ രണ്ടാമത് കുമ്പസാരിച്ച് ഉടമ്പടി പുതുക്കിയിട്ട് ഈ പണ്ട് പത്രം കൊണ്ട് വെച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ഇവൾ മറന്നുപോയായിരുന്നു. ആ പത്രം കൊടുത്തില്ല. വീടിൻ്റെ അലമാരുടെ മുകളിലും പെട്ടിയിലും അവിടെ ഇവിടെയൊക്കെ പഴയ പത്രങ്ങളങ്ങനെ ഇരിക്കുകയും. എന്നിട്ട് അവസാനം മാതാവ് ഓരോന്നേ കാണിച്ചു കൊടുക്കും. കാര്യം എന്താണ്? അതെല്ലാം കടവല്ലേ. അതാണ് വിഷയം. പത്രം നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ട് ആ പത്രം കൊടുക്കാൻ അത് വേറെ വല്ല കടയിലൊക്കെ അറിയാതെ എടുത്ത് ഉടമ്പടി എടുക്കാത്തൊരു വീട്ടിൽ വല്ല ഭ്രാന്തും കാണിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒന്നൊന്നര തീരുമാനം വരുന്നു. പണി വരുന്നുണ്ട് അവറാച്ച എന്ന് പറയത്തല്ലേ,
അതുപോലെ എന്താ കാര്യം? അത് ദൈവത്തെ ആക്ഷേപിച്ചതിന് തുല്യമാണ്. പിന്നെ ഇവർ ഇക്ഷ ഇണ്ണ എന്നൊക്കെ പറഞ്ഞ് വരക്കും. മര്യാദക്കൊന്നും വരക്കണ കാണാം, ഒരു കുഴപ്പമില്ല, വരക്കും. അപ്പം അതിന് നിങ്ങൾക്ക് മാർഗമില്ലെങ്കിൽ പിന്നെ ചെയ്യേണ്ടത് ഇരട്ടി പത്രം വാങ്ങിച്ചിട്ട് വീണ്ടും പത്രം പ്രാർത്ഥനയോടെ വിതരണം ചെയ്യുക. അത് തന്നെ ചെയ്യാതെ വേറെ മാർഗമില്ല. അതിന് പകരം ആർക്കെങ്കിലും കാശ് കൊടുത്ത് ആശുപത്രിയിൽ പോയി പൊതിച്ചോറ് കൊടുക്കുന്നൊരു കാര്യമില്ല. എന്താണ് നിങ്ങൾ ഉഴപ്പിയത്, ആ സാധനം പൂർവാധിക ശക്തമായിട്ട് അത് തന്നെ ചെയ്യേണ്ടി വരും. സോഫിയയ്ക്ക് മാതാവ് അവൾ ഒളിച്ചു വെച്ച പത്രങ്ങളെല്ലാം സ്വപ്നത്തിൽ കാണിക്കാൻ തുടങ്ങി. അപ്പം കാര്യം ഒറ്റ നടക്ക് പോകത്തില്ലെന്ന് മനസ്സിലായില്ലേ? അവളുടെ കാര്യങ്ങളെല്ലാം അവൾ വിചാരിക്കുന്നതിനേക്കാൾ സെറ്റായിട്ട് മാതാവ് ചെയ്തു കൊടുക്കും. പക്ഷേ ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും ചെയ്യിച്ചതിന് ശേഷമാണ് ചെയ്തു കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യിച്ചതിന് ശേഷമാണ്. ഞാൻ എപ്പോഴും ഓർക്കും, ഈ ഉടമ്പടി ഓരോരോ കൊല്ലം ചെല്ലുന്തോറും ഇപ്പം നമ്മൾ പറയണത് പലപ്പോഴും കോമൺ പബ്ലിക്കിന് മനസ്സിലാവത്തില്ല. അങ്ങനെ കൃപാസനം അനുഭവിക്കുന്ന ഒരു ആധ്യാത്മിക പ്രതിസന്ധിയാണ്. ഞങ്ങളിവിടുന്ന് പറയണ കാര്യങ്ങൾ കോമൺ പബ്ലിക്കിന് മനസ്സിലാവത്തില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമൺ പബ്ലിക്കിന് ഇപ്പോൾ ഈ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി. ഡോക്ടർ സിസിര പറയണത്, ഇതിൻ്റെ അകത്ത് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവരൊരു പീഡിയാട്രിക്കാണ്, ശിശുരോഗ വിദഗ്ധയാണ്. അപ്പോൾ അവർ പറയണത് ഇതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങൾ ലോജിക്കല്ല. ഡോക്ടേഴ്സ് എങ്ങനെ കാണുന്നത്? ഡോക്ടേഴ്സ് ഒരു വിഷയത്തെ കാണുന്നത് സയൻറ്റിഫിക് ഓർ നോട്ടെന്നേ കാണത്തുള്ളൂ. അപ്പോൾ സയൻറ്റിഫിക് അല്ലാത്ത അവരുടെ ബ്രെയിൻ അങ്ങനെ കുറേ നാൾ മെഡിക്കൽ സയൻസ് പഠിച്ചു കഴിഞ്ഞപ്പോൾ, സയൻസ് ബേസിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ബ്രെയിനെല്ലാം പ്രത്യേക രീതി ടോണ്ടായി. എന്താണ്? ലോജിക്ക് കൺകർ ചെയ്യാത്ത, റീസൺ കൺകർ ചെയ്യാത്ത, യുക്തിസഹമല്ലാത്ത വിഷയങ്ങളെയെല്ലാം അവർ റിജക്റ്റ് ചെയ്യും. പക്ഷേ എപ്പോഴും നമുക്ക് വരുന്ന വിഷയം യുക്തിസഹമല്ലെന്ന്. നമുക്കിപ്പോൾ ചിലർ ഉപ്പ് കൊണ്ടുപോയി തളിക്കത്തില്ലേ? എവിടെയാണ്? ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ വാതിക്കൽ കൊണ്ടുപോയി കൃപാസനം ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലും. ചിലർ ആശുപത്രി പോകാൻ നേരത്ത് സ്കാനിങ് തുടങ്ങുന്നതിന് മുമ്പ് കൃപാസനം ഉപ്പിട്ട് ആ സ്കാനിങ്ങിൻ്റെ വാതിക്കൽ ഉപ്പ് തരിയിട്ട് വിശ്വാസപ്രമാണം ചൊല്ലും. അപ്പോൾ ഇതൊക്കെ സാക്ഷ്യം കേൾക്കുമ്പോൾ കോമൺ പബ്ലിക്കിന്, പുറത്തുള്ള ആൾക്കാർക്ക് ഇത് എന്തോ ഒരു മനുഷ്യനെ പറ്റിക്കൽ പരിപാടിയാണെന്ന് തോന്നുന്നു. അതാണ്, ലോജിക്കലായിട്ട് കൺകർ ചെയ്യുന്നില്ലല്ലോ. നമ്മളിടുന്ന ഉപ്പും ഈ നടക്കാൻ പോണ സംഭവവും തമ്മിൽ കൺകർ ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ലോജിക്കലല്ലെന്ന് പറയണത്. ലോജിക്കലല്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവസാനം ഈ ഡോക്ടർ ശിശിരയും ഇതിൻ്റെ അകത്ത് പകുതി മുക്കാലും ലോജിക്കലല്ല എന്നുള്ള ആശയമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു പ്രോബ്ലം വരണത്, മറ്റുള്ളവർ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ലോജിക്കൽ അല്ലെന്ന് തോന്നിയാലും when it becomes our own personal affair, നമ്മളുടെ സ്വന്തം കാര്യമായിട്ട് ഒരു വിഷയം വരുമ്പോൾ നമ്മൾ ലോജിക്ക് നോക്കത്തില്ല, സയൻസ് നോക്കത്തില്ല, കാര്യം നടക്കുവാന്നേ നോക്കത്തുള്ളൂ. അതാണ് വിഷയം. നമ്മളുടെ മറ്റുള്ളവരുടെ കാര്യത്തിൽ അവർ ചെയ്യണ ലോജിക്കല്ല എന്നൊക്കെ പറയാം നമുക്ക്. പക്ഷെ നമ്മൾക്ക് സ്വന്തമായിട്ടൊരു വിഷയം ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെന്താണ് ചെയ്യണത്? എത്രയും വേഗം അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നോക്കത്തുള്ളൂ. അത് ലോജിക്കാണോ സയൻറ്റിഫിക്കാണോ അല്ലല്ല, ലോജിക്കല്ലേ എന്നല്ല മനുഷ്യൻ നോക്കണത്. എന്താ കാര്യം? ലോജിക്കോ സയൻറ്റിഫിക്കോ അല്ലെങ്കിൽ സെൻസിബിളോ ആണോ അല്ലേ എന്നല്ല പ്രശ്നം. രക്ഷപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ ലോജിക്കെന്ന് പറയണത്. അതിൻ്റെ ലോജിക്ക് എന്നുള്ളത് രക്ഷപ്പെടുക എന്നുള്ളതാണ്. യേശുവെ സ്വസ്ത്രം, യേശുവെ നന്ദി. ആദ്യമായി തന്നെ ഈ ആൾത്താരയിൽ വന്ന്
സാക്ഷ്യം പറയാനുള്ള കൃപാവരം ലഭിച്ചതിനോർത്ത് അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് നീതു. ഞാൻ കടുത്തുരുത്തിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് ജൂലൈ 28, 2022 ആദ്യമായി എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യമാണ്. അവന് 1 വയസ്സ് കഴിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണി ഒരു സൈഡിലേക്ക്, ഉള്ളിലേക്കെന്നല്ല ഒരു സൈഡിലേക്ക് നീങ്ങുന്നതായിട്ട് കാണപ്പെട്ടു. അപ്പോൾ ആദ്യം എൻ്റെ തോന്നലാന്ന് ഞാൻ വിചാരിച്ചത്. പിന്നീട് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററും അത് കണ്ടിട്ട് എന്നോട് പറയുകയുണ്ടായി. തുടർന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കുകയും അവിടെ നിന്ന് LFലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ LFലേക്ക് അത് ഒരു വയസ്സ് 2-3 മാസത്തേക്ക് അങ്ങനെ കാണപ്പെട്ടു. ഇനി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട്, ടെസ്റ്റിന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ ഉടമ്പടി തൈലം അവൻ്റെ കണ്ണിലിന് മീതെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. തുടർന്ന് അതിനുശേഷം ഞാൻ ഹോസ്പിറ്റലിൽ ടെസ്റ്റിന് പോയി. പിന്നെ ടെസ്റ്റിൻ്റെ റിസൾട്ട് ഡോക്ടർ പറഞ്ഞു അതെല്ലാം നോർമലാണെന്ന്. പിന്നീട് ഒരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥ അവനിൽ കണ്ടിട്ടില്ല. അത് ഈശോയുടെയും മാതാവിൻ്റെ സഹായത്തോടെയാണ് അത് മാറിക്കിട്ടിയത്. രണ്ടാമതായി എൻ്റെ ജോലി മേഖലയെക്കുറിച്ചാണ് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത്. ഞാൻ ഉടമ്പടി പുതുക്കിയ ശേഷം കാനഡ പ്രോസസ്സിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഞാൻ മൂവ് ഓൺ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഏജൻസിക്ക് ക്യാഷ് കൊടുക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ഈശോയോട് ചോദിച്ചു, ഇത് ഈശോയുടെ വഴിയാണെന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകാനുള്ള മുന്നോട്ട് പോകാൻ സഹായിക്കണമേ, ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ക്യാഷ് കൊടുക്കുന്ന അന്ന് പലരുടെ അഭിപ്രായം പ്രമാണിച്ച് ഞാനത് കൊടുത്തില്ല, ഞാനത് ബ്ലോക്ക് ചെയ്തു. തുടർന്ന് എനിക്ക് വളരെയധികം സങ്കടമായിരുന്നു. ഒരാഴ്ചയോളം ഞാൻ സങ്കടത്തിലായിരുന്നു. പിന്നീട് ഇനി എന്ത് മുന്നോട്ട് ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. തുടർന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ ധ്യാനത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി, പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ടുള്ള വഴി കാണിച്ചു തരും എന്നുള്ളത്. അങ്ങനെ ഇപ്പം ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവിന് അത് ഞാൻ ഒരാഴ്ചയാണ് ഞാൻ അതിനു വേണ്ടി പരിശ്രമിച്ചത്. ഒരാഴ്ച ഞാനത് കുമ്പസാരിച്ചു, കുർബാന സ്വീകരിച്ചു. ഉടമ്പടി ആ സമയത്ത് പെന്തക്കോസ്ത ദിനം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പെന്തക്കോസ്തയുടെ തലേദിവസം ഞങ്ങളുടെ പള്ളിയിൽ ഒരു 2 മണിക്കൂർ പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ അന്ന് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് നാളെ പെന്തക്കോസ്തയാണ്, അപ്പോൾ അതിന് മുന്നോടിയായിട്ട് എനിക്ക് ആ ദിവസം എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകണം, അതെനിക്ക് മനസ്സിലാകണം എന്നുള്ള രീതിയിൽ ഞാൻ ഈശോനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ പെന്തക്കോസ്ത ദിനത്തിൽ വെളുപ്പിന് 4 മണി 4:30 സമയത്ത് ഞാൻ മുട്ടുകുത്തി കൊന്ത ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു, സ്തുതിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് വേനൽക്കാലമായിരുന്നു, വളരെ ചൂടായിരുന്നു. ഡോറും വിൻഡോസും എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. ഞാൻ ഫാൻ ഇട്ടില്ലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് എൻ്റെ സൈഡിലൂടെ ഒരു തണുത്ത കാറ്റ് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. ഞാൻ വിൻഡോ നോക്കിയപ്പോൾ വിൻഡോ ക്ലോസ്ഡാണ്, ഡോറ് ക്ലോസ്ഡാണ്. പിന്നെ കാറ്റ് അങ്ങനെ വന്നു. അപ്പോൾ ഞാൻ നോർമലി ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സ്തുതിച്ച് പ്രാർത്ഥിച്ചത് ഞാൻ ഭാഷാവരത്തോടെയാണ് ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിച്ചത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോപ്പം എനിക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. അത് അങ്ങനെ പിന്നീട് ഞാൻ ഉടമ്പടി അങ്ങനെ പരിശുദ്ധാത്മാവ് നൽകി ഞാൻ 1000 നന്ദി പറയുന്നു. അങ്ങനെ പിന്നീട് ഞാൻ ഉടമ്പടി പുതുക്കിയ ശേഷം ഞാൻ കുറച്ചും കൂടി ആഴത്തിൽ സീരിയസ് ആയിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. കുർബാനകളിൽ എല്ലാ ദിവസവും കുർബാനകൾ കൂടാൻ തുടങ്ങി. കുർബാനയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ ഈശോപ്പയുടെ ഡയറക്റ്റ് സംസാരിക്കാൻ തുടങ്ങി. എനിക്ക് ഇന്ന പോരായ്മകളുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ട്, അത് എനിക്ക് പരിഹരിച്ച് തരണമെന്ന് പറയുമ്പോൾ ഈശോപ്പ പറഞ്ഞു തരും എങ്ങനെയൊക്കെയാണ് അത് പരിഹരിക്കേണ്ടത്, നമ്മൾ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത്, നമ്മളുടെ സ്വഭാവത്തിൽ തന്നെ ഇങ്ങനെയൊക്കെ മാറണം എന്നുള്ളത്. അങ്ങനെ അത് ആദ്യം ഉൾക്കൊള്ളാൻ ഭയങ്കര പ്രയാസമായിരുന്നു. പിന്നീട് അത് ഹൃദയത്തിൽ ഉൾക്കൊണ്ട് നമ്മളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. അതിൽ പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടാകും, അതിനെ ഓവർകം ചെയ്യാനുള്ള ശക്തി ഈശോപ്പ നൽകി. പിന്നെ രണ്ടാമത് എനിക്ക് ബൈബിൾ റാൻഡം എടുക്കുമ്പോൾ ആദ്യമൊക്കെ ബൈബിൾ അരമണിക്കൂർ വായിക്കണമെന്ന് വെച്ചാൽ എനിക്ക് നോർമലി വായിക്കും, അങ്ങനെ അധികം അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ ബൈബിൾ റാൻഡം എടുക്കാൻ തുടങ്ങിയപ്പോൾ കറക്റ്റ് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈശോപ്പ പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എന്താണ് ചോദിക്കുന്നത് അതിന് മറുപടി പറയാൻ തുടങ്ങി.
അപ്പോൾ എനിക്ക് കൂടുതൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ചോദിക്കും ഇതെന്താണ് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഒന്നുകൂടി ഞാൻ എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു തരും. ഈ ചിലപ്പോൾ അതിൻ്റെ വാക്യം താഴെ എഴുതിയിട്ടുണ്ടാകും, അത് കമ്പാരിസൺ ചെയ്യും. ചില മനസ്സിലാകാത്തപ്പോൾ താഴെ വാക്യം എഴുതുമ്പോൾ അത് വേറെ മറ്റു സ്ഥലത്ത് എഴുതിയേക്കുന്നത് ഞാൻ കമ്പാരിസൺ ചെയ്ത് വായിക്കും. അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞു തരും. തുടർന്ന് ഞാൻ 4ാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കി. 4ാമത്തെ ഉടമ്പടി പുതുക്കി ഞാൻ എൻ്റെ പാസ്പോർട്ട് ഞാൻ ഇവിടെ ഇവിടെ മാതാവിനെ ഞാൻ സമർപ്പിച്ചിട്ടാണ് ഞാൻ 4ാമത്തെ ഉടമ്പടി പുതുക്കിയത്. ഇതിനു മുന്നായിട്ട് ഞാൻ 2ാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ ഈശോപ്പനോട് പറഞ്ഞിരുന്നു, ഞാൻ മേ ബി എൻ്റെ തെറ്റ് മൂലമായിരിക്കും ഞാനത് മുന്നേ ഉള്ള എൻ്റെ പാപം മൂലമായിരിക്കും എനിക്ക് ഈ ഉടമ്പടി എനിക്ക് ജോലി മേഖലയിൽ പുരോഗമനമില്ലാതെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ തന്നെ പാപങ്ങളെ സെഗ്രിഗേറ്റ് ചെയ്ത് ഞാനൊരു 10 months കാൽക്കുലേറ്റ് ചെയ്തു. ഞാൻ ഈ 10 months ഞാൻ വേറെ ജോബൊന്നും നോക്കിയിട്ടില്ല, ഞാൻ എന്നെ തന്നെ മാറ്റാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു. ഈശോപ്പനെ ഞാൻ 2ാമത്തെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 4ാമത്തെ ഉടമ്പടി പുതുക്കി. പിറ്റേ ദിവസം ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ ഉടമ്പടി പുതുക്കി പിറ്റേ ദിവസം ആയപ്പോഴേക്കും എനിക്ക് മൊത്തം പല കാര്യങ്ങളിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വരാൻ തുടങ്ങിയത്. ഞാൻ സ്കൂട്ടിയിൽ നിന്ന് വീഴുകയും അങ്ങനെ അങ്ങനത്തെ പല നിസ്സാര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ടും ഇങ്ങനെയാണോ എന്നുള്ള രീതിയിൽ പക്ഷെ ഞാൻ വിശ്വസിച്ചത് അത് എൻ്റെ ഉടമ്പടി മാതാവ് മുഖേന ഈശോയെ ഏറ്റെടുത്തത് കൊണ്ടാണ്. എനിക്ക് എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നെഗറ്റീവ്സ് ആദ്യം വരുന്നത്. അതിൽ ഞാൻ വീണ് പോകാതെ മുന്നോട്ട് തന്നെ പിടിച്ചു നിൽക്കണം എന്നുള്ള ബലത്തിൽ ഞാൻ ഈശോയുടെ സഹായത്തോടെ ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ 4ാമത്തെ ഉടമ്പടി അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞു. 4ാമത്തെ ഉടമ്പടി പുതുക്കി 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡിൻ്റെ മുഖേന ഹസ്ബൻഡ് വഴി ഒരു ദുബായിലുള്ളൊരു കമ്പനിയിൽ വാക്കൻസിയുടെ ബ്രൗഷർ എനിക്ക് സെൻഡ് ചെയ്ത് തന്നു. അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായം പ്രമാണിച്ച് ഞാൻ ആ വാക്കൻസിയിലേക്ക് അതിലേക്ക് ഞാൻ CV സെൻഡ് ചെയ്തു. 1-1.5 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും സെപ്റ്റംബർ 21 എനിക്ക് കോൾ വന്നു. അത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ തിരിച്ചു വിളിച്ചപ്പോഴാണ് ഇൻ്റർവ്യൂ കോളെന്ന് മനസ്സിലായത്. 23 സ്കെഡ്യൂൾ ചെയ്തു. ആ ഇൻ്റർവ്യൂ കോൾ ഞാൻ കട്ട് ചെയ്ത് ഞാൻ ഫോൺ നോക്കിക്കഴിഞ്ഞപ്പോൾ അതിലൊരു വാട്സപ്പ് മെസ്സേജ് വന്ന് എടുക്കുന്നു. അത് എൻ്റെ അടുത്തുള്ള വീട്ടിലെ ചേട്ടൻ്റെ മെസ്സേജ് ആയിരുന്നു. അത് ഇവിടെ ആ ചേട്ടൻ വന്ന് ഉടമ്പടി ക്ലാസ്സിൽ ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഈ ചേട്ടനോട് ഞാൻ മാതാവിനെക്കുറിച്ചും കൃപാസനെക്കുറിച്ചും പറഞ്ഞ് ഉടമ്പടിയിൽ എടുക്കണമെന്ന് ഞാൻ പറയണം. മുന്നേ ചേട്ടൻ്റെ പല അസൗകര്യങ്ങളും മൂലം പോകാൻ പറ്റിയില്ല. അങ്ങനെ കറക്റ്റ് ആ ദിവസം തന്നെ ആ ചേട്ടൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ക്ലാസ്സിൽ കൂടിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെയായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരികയും അത് സ്കെഡ്യൂൾ ചെയ്യുകയും ചെയ്തിരുന്നു. അതെനിക്ക് വളരെയധികം ഗ്രേസ്ഫുള്ളായിട്ട് തോന്നി. കാരണം നമ്മൾ മുഖേന ഒരു വ്യക്തി ദൈവത്തിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ അതിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതായിട്ട് ആ ദൈവം എനിക്ക് കാണിച്ചു തന്നെനിക്ക് തോന്നി. അതിനുശേഷം ഇൻ്റർവ്യൂ സെപ്റ്റംബർ 23 സ്കെഡ്യൂൾ ചെയ്തു. ഇൻ്റർവ്യൂവിന് ഞാൻ പോകുന്നതിന് മുന്നായിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുന്നു. ഇന്ന ക്വസ്റ്റ്യൻസ് നോക്കണമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞു തന്നു. അങ്ങനെ 6 ക്വസ്റ്റ്യൻസ് നോക്കി. അങ്ങനെ ഇൻ്റർവ്യൂവിന് ബാംഗ്ലൂരിലായിരുന്നു ഇൻ്റർവ്യൂ. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഞാൻ ഉടമ്പടി കൊന്ത ചൊല്ലി വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ഞാൻ കുടിച്ചു. അത് പല സാക്ഷ്യങ്ങളിലും മക്കൾ ഇവിടെ പറയുന്നുണ്ടായിരുന്നു. എക്സാമിന് പോകുന്നതിന് മുമ്പ് ഉടമ്പടി തൈലം കുടിക്കുന്നതിനെ കുറിച്ചെല്ലാം. സോ അങ്ങനെ ഞാൻ അത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ഞാൻ ഇൻ്റർവ്യൂ ബോർഡിലേക്ക് അവിടെ ചെന്നപ്പോൾ അവരൊരു മൊത്തം ഗ്ലാസ് ഡോറായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെ ഉപ്പിടണമെന്നുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ആ റൂമിൽ. പക്ഷേ അവർ ഉപ്പിടുന്നത് അവർ കാണും. ഞാനത് ഇട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ എൻ്റെ ടേണാണ് നെക്സ്റ്റ്. ഞാൻ കയറാൻ വേണ്ടി പോയപ്പോഴേക്കും അവർ ബ്രേക്കിന് പോകാമെന്ന് പറഞ്ഞു. അവർ ആ റൂമിൽ നിന്ന് പോയി. അവർ തിരിച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവർ തിരിച്ച് വന്നു. അപ്പോൾ എന്നോട് കയറാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവരെ പിന്നാലെ പോയത്. അപ്പോൾ പിന്നാലെ പോയതുകൊണ്ട് എനിക്കവിടെ ആ റൂമിൽ ഉപ്പിടാനും സാധിച്ചു. അങ്ങനെ ഉപ്പിടാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂവിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ഞാൻ തലേദിവസം എനിക്ക് മനസ്സിൽ ഈശോ പറഞ്ഞു തന്ന അതേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇൻ്റർവ്യൂവിൽ ചോദിച്ചത്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് സെലക്റ്റായി. ഓൾമോസ്റ്റ് 250ഓളം പേരുണ്ടായിരുന്നു. 250 പേരിൽ 15 പേരെയാണ് 15 പേരാണ് സെലക്ട് ചെയ്തത്. അത് മാതാവിൻ്റെയും ഈശോയുടെ അനുഗ്രഹത്താൽ എനിക്ക് ആ 15 പേരിൽ ഒരാളായി സെലക്ട് ചെയ്യപ്പെട്ടു. തുടർന്ന് അത് ഡിസംബർ ആവുമ്പോഴേക്കുമാണ് അതിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് ജോയിൻ ചെയ്യേണ്ടതെന്ന് അവർ പറയുകയുണ്ടായി. ഞാൻ ആ 10 മാസം ഞാൻ കാലയളവ് ഞാൻ ഈശോപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 10 മാസം എൻ്റെ സെക്കൻഡ് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. അപ്പോൾ അത് ഡിസംബറിലായിരുന്നു വന്നിരുന്നത്. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ സെലക്ട് ചെയ്തത് സെപ്റ്റംബറിലാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഉടമ്പടി തുടങ്ങി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് 10 മാസം വരെ സെപ്റ്റംബറിലാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയും ഈശോപ്പോൾ കണക്കിലെടുത്തിട്ടാണ് അത് സെപ്റ്റംബറിലായിട്ട് എനിക്ക് ഷെഡ്യൂൾ ചെയ്ത് തന്നത്. അങ്ങനെ ഞാൻ ഡിസംബറിലായി. പിന്നെ കോളുകളൊന്നും അവരുടെ പ്രോസസ്സിങ്ങിലോ ഒന്നും സ്റ്റാർട്ടപ്പൊന്നും വന്നില്ല. ജാനായി, ഫെബ്രുവരി, മാർച്ചായി, ഒന്നും സ്കെഡ്യൂളിംഗ് ഒന്നും വന്നില്ല. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ചിലപ്പോൾ ഫേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് അങ്ങനെ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ പറഞ്ഞു. സോ ഞാൻ പക്ഷേ ഈശോയിലപ്പയിൽ ഞാൻ മാതാവിനെയും വിശ്വസിച്ച് മുന്നോട്ട് പോയി. ദൈവം ഇതുവരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാനുള്ള വഴിയും മാതാവ് കണ്ടെത്തിയതിന് അതിൽ ഞാൻ വിശ്വസിച്ചു. അത് എനിക്ക് നൽകുമെന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഒരിക്കലാണ് ഒരു അച്ഛൻ്റെ ടോക്ക് തന്ന് ഞാനോർത്ത് എന്തെങ്കിലും മാറ്റം ഇനിയും വരാനുണ്ട്, അതുകൊണ്ടാണ് എൻ്റെ ഇനിയും ഡിലേയും വരുന്നത്. അപ്പോൾ ഞാൻ ഈ കറക്റ്റ് ആ സമയത്ത് ഒരു ടോക്ക് കേട്ടു. അതൊരു നോമ്പ് കാല സമയമായിരുന്നു. ഈ 40 ദിവസം നോമ്പ് നമ്മൾ പ്രാർത്ഥനയിലും ഉപവാസത്തിലും മുന്നോട്ട് കൊണ്ടുപോയാൽ അങ്ങനെ നമ്മളുടെ കയ്യിൽ നമ്മളായിട്ട് തന്നെ മാറ്റണമെന്ന് മാത്രം ആഗ്രഹിച്ചാൽ പോരാ, അതിനുവേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കണം എന്നുള്ള രീതിയിലാണ് ആ അച്ഛൻ ആ ടോക്കിൽ പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിനോട് പറയുന്നതായിട്ട് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ അങ്ങനെ ആ ഉപവാസം 40 ദിവസം ഉപവാസം എടുത്തു. അതായത് ഫുഡ് കഴിക്കാതെ 6 മണിക്ക് ശേഷം ഫുഡ് കഴിക്കുന്ന രീതിയിലുള്ള ഉപവാസവും എടുത്തു. അതിനൊപ്പം തന്നെ ഇവിടെ ഞാൻ സാക്ഷ്യങ്ങൾ കേട്ടു. മാതാവിൻ്റെ പ്രസൻസ് ഒത്തിരി പേര് പ്രസൻസ് ഫീൽ ചെയ്യുന്നത് സുഗന്ധാഭിഷേകം മൂലമെല്ലാം. അപ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം ലഭിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇവിടെ മക്കൾ ഓരോ ദിവസം 10 കൊന്ത ചെല്ലിയിട്ടുള്ള മകൾക്ക് സാക്ഷി ഞാൻ കേട്ടു, അവൾക്ക് സുഗന്ധാഭിഷേകം ലഭിച്ചത്. അപ്പോൾ ഞാനും ആദ്യം 7 കൊന്ത വെച്ച് ചെല്ലി, പിന്നീട് എനിക്ക് 10 കൊന്ത ചെല്ലാനുള്ള കൃപാവനം മാതാവിൻ്റെ സഹായത്തോടെ എനിക്ക് 10 കൊല്ലം ചെല്ലാൻ പറ്റി. അങ്ങനെ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സുഗന്ധാഭിഷേകം ലഭിക്കാൻ തുടങ്ങി. ഇവൻ ഞാൻ വീട്ടിലിരുന്ന് കൊന്ത ചെല്ലുമ്പോൾ പോലും എനിക്ക് മാതാവിൻ്റെ മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ 40 ദിവസം നോമ്പ് ഞാൻ പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ അച്ഛൻ്റെ ധ്യാനത്തിൽ ഒരു നമ്പേഴ്സ് അച്ഛൻ ഇങ്ങനെ പറഞ്ഞു, 15, 56, 126 എന്നുള്ള നമ്പർ ഇങ്ങനെ അച്ഛൻ പറഞ്ഞു. അപ്പം ഞാൻ ഈ ധ്യാനം കേട്ടത് ഇവിടെ അപ്ലോഡ് ചെയ്ത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ ധ്യാനം കേട്ടത്. അപ്പം ഞാൻ ആ ധ്യാനം കേട്ടതിൻ്റെ പിറ്റേ ദിവസം തുടങ്ങി ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു ഇന്ന ദിവസം. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ May 15th ആണോ ആ ദിവസമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ May 15th ആ ദിവസത്തിന് മുന്നേ ആയിട്ട് എനിക്ക് എൻ്റെ വിസ എനിക്ക് കിട്ടണം. പക്ഷെ അവർ കോളോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അവിടെ നിന്നൊരു കോള് വന്നു. അതായത് ദുബായിൽ ഫ്ലഡ് ആയതുകൊണ്ടാണ് അവരുടെ പ്രോസസ്സിങ് കാര്യങ്ങളെല്ലാം ഡിലേ ചെയ്തത്. അപ്പോൾ അവർ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ അവർ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അപ്പോഴും മുന്നോട്ട് ഞാൻ ദിവസങ്ങൾ കഴിയുന്നതോറും ഞാൻ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞ് പോകും, ഈവൻ വിസയൊക്കെ വന്ന് കഴിയാൻ. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ പറഞ്ഞ ഡേറ്റ് May 15 അപ്പോൾ അതിന് മുന്നേ പിന്നെ പക്ഷേ വിസ വരാനുള്ള സമയം ഇനിയും എടുക്കുമല്ലോ എന്നുള്ള പറഞ്ഞു. അങ്ങനെ May 14 വൈകിട്ട് 7:30 ആയപ്പോൾ എനിക്ക് മെയിൽ വന്നു. അതെനിക്ക് വിസ തന്നതായിരുന്നു. അങ്ങനെ May 21 ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തു. അങ്ങനെ ഈശോപ്പയുടെ മാതാവിൻ്റെ മധ്യസ്ഥയാൽ ഈശോപ്പ വഴി എനിക്ക് ആ ജോലി ലഭിക്കുകയുണ്ടായി. പിന്നീട് തുടർന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ മറ്റു പല അനുഗ്രഹങ്ങളും മാതാവ് നൽകുകയുണ്ടായി. ഞങ്ങളുടെ കിണറ്റിലെ വേനൽക്കാലം ഞാൻ കിണർ വറ്റി പോകുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കിണറ്റിൽ പിറ്റേ ദിവസം തന്നെ ഈ വേനൽക്കാലമായിട്ട് പോലും അതിശക്തമായ മഴ ലഭിക്കുകയും കിണറ്റിൽ വെള്ളം നിറയുകയും പിന്നീട് ഒരിക്കലും ആ കിണർ വറ്റാൻ മാതാവ് ഇടവരുത്തിയിട്ടില്ല. വറ്റാറാകുമ്പോഴേക്കും മാതാവ് ഒന്നെങ്കിൽ മഴ ലഭിക്കും, അങ്ങനെ മറ്റെന്തെങ്കിലും ഓപ്ഷൻ നൽകി അത് മുന്നോട്ട് നിലനിർത്തി പോകാൻ മാതാവ് സഹായിച്ചു. ഇത്രയെല്ലാ അനുഗ്രഹങ്ങളും കൃപകളും നൽകിയ മാതാവ് വഴി അനുഗ്രഹം നൽകിയ ഈശോപ്പയ്ക്കും ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. പിന്നെ കാരുണ്യപ്രവർത്തനവും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകുമായിരുന്നു. എനിക്ക് ജോബില്ലെങ്കിൽ പോലും എനിക്ക് കിട്ടുന്ന എമൗണ്ട് വെച്ച് ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കുകയും അവരായിട്ട് സമയം സ്പെൻഡ് ചെയ്യുകയും പൊതിച്ചോറ് ഞാൻ പ്രിപ്പയർ ചെയ്യുകയും അത് ഞാൻ സ്കൂട്ടിയിൽ പോയി ഞാൻ പാവപ്പെട്ട ആൾക്കാർക്ക് ഞാൻ പൊതിച്ചോറ് കൊടുക്കുകയും അവർക്ക് കൃപാസനത്തിൽ മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ഇവിടുത്തെ സാക്ഷ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ആദ്യം എനിക്ക് പത്രം കൊണ്ട് കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് മാതാവ് ആക്കി തന്നു. അതൊരു മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ. അതുവഴി അതെനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു
ദാഹം എനിക്കുണ്ടായി. ഹോസ്പിറ്റലുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും ഞാൻ ഹോസ്പിറ്റലിൽ ഓരോ വാർഡുകളും കയറി ഞാൻ രോഗികളെ കാണാനും അവർക്ക് പത്രം കൃപാസനയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും എൻ്റെ സാക്ഷ്യം എൻ്റെ കുടുംബത്തിൽ നടന്ന മറ്റു അനുഗ്രഹങ്ങളുടെ കാര്യങ്ങളും അവരോട് പറഞ്ഞു കൊടുക്കാനും ഇവിടുത്തെ കുടുംബ സാക്ഷ്യങ്ങളും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാനും ശ്രമിച്ചു. അങ്ങനെ അവരിൽ വിശ്വാസം ഞാൻ വളർത്താൻ വേണ്ടി ഞാൻ മാതാവും ഇങ്ങനെ സഹായിച്ചു. കുർബാനയിൽ ഡെയിലി ഞാൻ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് എനിക്ക് ഈശോപ്പെ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചത്. അത് കുർബാന ദൈവം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ വായന രൂപമോ അല്ലെങ്കിൽ ഡയറക്റ്റ് നമ്മൾ സംസാരിക്കാൻ നമ്മൾ ഹൃദയത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തരും. ഇന്ന പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നീ ഇന്ന പോലെ ഇന്ന കാര്യം നിൻ്റെ സ്വഭാവത്തിലുണ്ടെങ്കിൽ അത് ഇന്ന പോലെ നീ മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളത് പറഞ്ഞു തരും. പിന്നെ ഞാൻ കുർബാനയിൽ ഞാൻ മുടക്കം വരുത്തുന്ന സമയങ്ങളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ മീൻസ് ഞാൻ പാപത്തിൽ ഞാൻ വീണ് പോകുന്നത്. കുർബാന ഞാൻ കൂടുന്ന കണ്ടിന്യൂസ് ഞാൻ ഡെയിലി ഞാൻ കുർബാന കൂടുമ്പോൾ എനിക്ക് ആ തെറ്റ് അത് പാപമാണ് എന്നുള്ള ബോധ്യം എനിക്ക് മനസ്സിലാക്കുകയും അതിൽ നിന്ന് പിന്തിരിയാനുള്ള ഒരു കൃപയും എനിക്ക് കുർബാനയിലൂടെ എനിക്ക് ലഭിക്കാറുണ്ട്. ഇവരെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയ ഈശോപ്പയ്ക്കും മാതാവിനും ഞാൻ 1000 നന്ദി അർപ്പിക്കുന്നു. ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് ജ്യോതിലക്ഷ്മി, ഇതെൻ്റെ അനിയത്തി ജയലക്ഷ്മി. ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ എനിക്കൊരു വീടില്ലായിരുന്നു. ഞാൻ വാടകയ്ക്കാണ് താമസിക്കുന്നത്. 4-5 വർഷമായിട്ട് വാടകയ്ക്കാണ്. അപ്പോൾ ഒരുപാട് ദുഃഖങ്ങൾ അതിൽ അനുഭവിച്ചിട്ടുണ്ട്. വാടകയ്ക്ക് നടക്കുന്നവർക്കേ അറിയുള്ളൂ അതിൽ ബുദ്ധിമുട്ടുകൾ. ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് 2-3 വീട് മാറിയതിന് ശേഷം 4മതൊരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന 1 വർഷം കഴിഞ്ഞപ്പോഴാണ് ഹൗസ് ഓണർ പെട്ടെന്ന് രാവിലെ വന്ന് പറഞ്ഞു പെട്ടെന്ന് വീട് മാറിക്കൊടുക്കണം, അവർക്ക് പുതുക്കി പണിയണം എന്ന് പറഞ്ഞു. ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഒരുപാട് വീട് അന്വേഷിച്ച് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട് പുള്ളി കൊടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. ആദ്യം ഞാൻ പറഞ്ഞു വേണ്ട. അതിനുശേഷം ഹസ്ബൻഡും അതുപോലെ എൻ്റെ അമ്മയും പറഞ്ഞ അടിസ്ഥാനത്തിൽ ചെന്ന് നോക്കി, കുഴപ്പമില്ല, മാതാവ് തന്നതായിരിക്കുമെന്ന് കരുതി ഞങ്ങളതിന് വാക്ക് പറഞ്ഞു. അതിലും ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതെടുക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ച സാഹചര്യമുണ്ട്. അതിനുശേഷം പൈസ മാതാവായിട്ട് തന്നെ ഞങ്ങൾക്ക് ഓരോ കാരണങ്ങളിലൂടെയും സ്വർണം വിൽക്കാൻ പോയ സന്ദർഭത്തിലൂടെയാണേലും മാതാവ് പൈസ തന്ന് അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് 6 മാസം കൊണ്ട് ആ ഭവനം ഞങ്ങൾക്ക് സ്വന്തമാക്കാനൊത്തു. 15 സെൻറ്റ് സ്ഥലവും ഒരു വീടും എൻ്റെ അമ്മ മാതാവ് എനിക്ക് തന്നു. അതിനുശേഷം അതിൻ്റെ ബാക്കി അറ്റകുറ്റപ്പണികളാണേലും കാരണങ്ങളാണേലും മാതാവിൻ്റെ കൃപ കൊണ്ട് നടന്നു. പിന്നീട് ഞങ്ങൾ 1 മാസം കൊണ്ട് അവിടെ പ്രവാസത്തിൽ നടത്തി. ആ സന്ദർഭത്തിൽ പോലും ഞാൻ എൻ്റെ മാതാവിനെ ഞാൻ വിട്ടില്ല. മാതാവിൻ്റെ രൂപം ഇവിടുന്ന് ഞാൻ മേടിച്ചുകൊണ്ട് പോയി. ഞങ്ങൾ താമസിച്ച വാടക വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾ മെഴുകുതിരി കത്തിച്ച് തലേന്ന് മാതാവിന് പ്രാർത്ഥിച്ച് ആ വീടിന് വലം വെച്ച് അകത്തുകൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞങ്ങളവിടെ ഗൃഹപ്രവേശനം നടത്തിയത്. അതിനാൽ തന്നെ എൻ്റെ അമ്മ മാതാവ് തന്ന വീടായതിനാൽ എൻ്റെ അമ്മ മാതാവാണ് അതിന് അവകാശി. അതിനാൽ ഞാൻ ആ വീടിന് കൃപാനിധി എന്ന് പേരിട്ട് അതിനുശേഷം അതെൻ്റെ അമ്മ മാതാവിൻ്റെ വീടാണെന്നാണ് ഞാൻ ഇപ്പോഴും സങ്കല്പിക്കുന്നത്. കാരണം ഞങ്ങളവിടെ താമസിക്കുന്നതേ ഉള്ളൂ. എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴാണേലും ഈ വീട് മേടിക്കുമ്പോഴും കുറേ തടസ്സങ്ങൾ വന്നപ്പോഴും എൻ്റെ അമ്മ മാതാവിൻ്റെ ഉപ്പാണ് ഞങ്ങൾക്ക് ധൈര്യം തന്നതും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വന്നതും. പിന്നീട് ഞങ്ങൾക്കൊരു സ്ഥലം വിൽക്കാനുണ്ടായിരുന്നു. കുറേ വർഷമായിട്ട് അത് വിൽക്കാൻ പറ്റാതെ കിടക്കുമായിരുന്നു. അതിനുശേഷം അമ്മ മാതാവിൻ്റെ കാശ് രൂപവും ഉപ്പും അവിടെ കൊണ്ടിട്ടതിന് ശേഷമാണ് അത് കച്ചവടമായത്. പിന്നീട് ഞങ്ങൾക്ക് ലോൺ അനുവദിക്കുന്നത്, ലോണിന് എവിടെ ചെന്നാലും ലോൺ കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നു. പേപ്പർ ശരിയാകത്തില്ല, പേപ്പർ ശരിയായി കഴിഞ്ഞാൽ വേറെ പല പേപ്പർ കൊണ്ടുചെല്ലാൻ പറയും. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ഒരു പേപ്പർ ഞങ്ങൾക്ക് മിസ്സിങ് ആയ സന്ദർഭത്തിൽ പോലും മാതാവ് അത് ഞങ്ങൾക്ക് തന്ന് അനുഗ്രഹിച്ച് ആ ലോൺ സാങ്ഷനാക്കി 7 ലക്ഷം രൂപ എൻ്റെ മാതാവ് എനിക്ക് തന്നു. അതിനുശേഷം എൻ്റെ അച്ഛന് ഓഹരി കൊടുത്തെങ്കിലും കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് അവിടെ വഴിയില്ല. ജസ്റ്റ് ഒരു വഴി കൂടി പോകും, ഒരു ബൈക്ക് കയറുന്ന വഴി കൂടി പോകുമെന്നല്ലാതെ കണ്ട് ഞങ്ങൾക്ക് വഴി തന്നില്ല. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് ദുരന്തം അതിൽ അനുഭവിച്ച് തല്ലായി, വഴക്കായി, കേസായി, ബഹളമായി, ഒരുപാട് ത്യാഗം സഹിച്ച് ആ വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നു.
ഞങ്ങൾ ആ വീട് വെച്ചിട്ട് പോലും അതിലൊന്നും താമസിച്ചിട്ട് പോലും ഇല്ല സ്വസ്ഥവും സമാധാനമായിട്ട്. അതിനുശേഷം അവിടെ നിന്ന് പോകുന്നതിന് ശേഷം എല്ലാവരും പറഞ്ഞ് വഴി കിട്ടത്തില്ല, കാരണം ഞങ്ങളുടെ ബന്ധു തന്നെയാണ് വഴി തരാത്തത്. പുള്ളി ആ സ്ഥലം മറ്റൊരാൾക്ക് വിൽക്കുകയും ചെയ്ത്, പിന്നെ ഇനി ഒരു ഓപ്ഷനും ഇല്ല. എല്ലാവരും പറഞ്ഞ് ആ മേടിച്ച ആൾക്ക് തന്നെ തുച്ഛമായ വിലക്ക് കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. കാരണം 8.5 സെൻറ്റ് സ്ഥലമുണ്ട്, ഒരു വീടും ഉണ്ട്. പലരും വന്ന് ചോദിച്ചു 8 ലക്ഷം രൂപ തരാം, 9 ലക്ഷം രൂപ തരാം. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞില്ല. അച്ഛനോടും പറഞ്ഞ് കൊടുക്കണ്ട, വേറൊന്നുമല്ല, മാതാവ് ഇടപെടും. കാരണം ഇവിടെ ജോസഫ് അച്ഛൻ്റെ ഒരു ഇതിൽ ഞാൻ കേട്ടിട്ടുണ്ട്, കാരണം നമുക്കത് കിട്ടിയില്ലെങ്കിൽ അതിനേലി വലുത് മാതാവ് നമുക്ക് എവിടെയോ കരുതി വെച്ചിട്ടുണ്ടെന്നാണ്. ഞാനത് വിശ്വസിച്ച് ഞാൻ അച്ഛനെ കൊണ്ട് വിപ്പിച്ചില്ല. 4 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ട്. ഈ അച്ഛൻ അവിടെയും ഞങ്ങൾ വേറൊരു വീട്ടിൽ വാടകയ്ക്കുമായിട്ട് താമസിച്ചു. അതിനുശേഷം ആ മേടിച്ച ആൾ തന്നെ ഞങ്ങളോട് വന്ന്, എൻ്റെ അച്ഛനോട് വന്ന് പറഞ്ഞു, ഇന്ന പോലെ സ്ഥലം കൊടുക്കുവാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം എന്തോ ആണോ പൈസ ഉള്ളത് വഴിയായിട്ട് തരാം, പുറകിൽ നിങ്ങൾക്ക് ആ സ്ഥലം അങ്ങ് തരാമെന്ന് പറഞ്ഞു. എങ്കിലും മാതാവ് കൊണ്ടുവന്നതായ കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാരണങ്ങൾ നീക്കി ലോൺ സാക്ഷനാക്കി. പെട്ടെന്ന് ലോൺ ശരിയായി. ഞങ്ങൾ ആ സ്ഥലം എടുത്ത് പ്രമാണം കഴിഞ്ഞു. ഇപ്പം ഡിസംബറിൽ പ്രമാണം നടന്നു. ഏറ്റവും കൂടുതൽ 2 ആഗ്രഹമായിരുന്നു. എനിക്കൊരു വീടും ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയും. അത് ഈ ഞങ്ങൾ ജപമാല റാലിക്ക് വരുമായിരുന്നു. ഇത്തവണത്തെ ജപമാല റാലി വരുമ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് മുമ്പേ റാലിക്ക് വരാൻ നേരത്തെ എൻ്റെ അമ്മ മാതാവ് എനിക്ക് എൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്നും എൻ്റെ വീട്ടുകാർക്ക് ആ വഴിയും നീ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. മാതാവ് അത് സാധിച്ചു തന്നു. അതുപോലെ തന്നെ അത് കോടാനുകോടി നന്ദിയുണ്ട് മാതാവിന്. അതുപോലെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതെന്ന് വെച്ചാൽ പത്രങ്ങൾ വിതരണം ചെയ്യാറുണ്ട് ആശുപത്രികളിൽ, അതുപോലെ കുരിശടികളിൽ. എന്നെ കഴിയാവുന്ന രീതിക്ക് ഞാൻ മറ്റുള്ളവർക്ക് പൈസ എന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഞാൻ കൊടുക്കാറുണ്ട്. അതിനെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ ഹസ്ബൻഡാണ്. പുള്ളിയും പത്രങ്ങൾ കൊണ്ട് നടന്ന് വർക്കിന് പോകുമ്പോഴാണേലും ഓരോ സ്ഥലങ്ങളിൽ കൊടുക്കുകയും പ്രാർത്ഥിക്കണം, കൃപാസനത്ത് പോകണമെന്ന് പറയുകയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ബൈബിള് പരമാവധി വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ തന്നെ കൊന്ത ചൊല്ലും. അങ്ങനെ മാതാവ് തന്ന നന്ദി, ഒരുപാട് നന്ദിയുണ്ട് മാതാവിന്. എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല. അതുപോലെ പല പല കാരണങ്ങളിലും മാതാവ് ഇടപെടുന്നുണ്ട്. കോടാനുകോടി നന്ദി.